വത്തിക്കാനിൽ ഇപ്പോൾ നമ്മൾ ഫീൽ ചെയ്യുന്നത് കോൺക്ലേവിന്റെ ഒരു തരംഗത്തെ കുറിച്ചാണ്. കോൺക്ലേവിനെ കുറിച്ച് മാധ്യമങ്ങൾ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതുവരെയും സഭാചരിത്രം നോക്കുമ്പോൾ ഒരിക്കലും ജനങ്ങളുടെയോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ പ്രഡിക്ഷൻ അനുസരിച്ച് ഒരു പാപ്പയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ടും മാത്രമാണ് തിരുസഭയ്ക്ക് പാപ്പമാരെ ലഭിച്ചിരിക്കുന്നത്. ഇന്ന് അനേകം ജനങ്ങൾ വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയുടെ കല്ലറയിൽ നിന്ന് അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും സമർപ്പിച്ചുകൊണ്ടാണ് പോകുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ മാധ്യസ്ഥം ഈ കോൺക്ലേവിന് ഒരുപാട് പ്രാധാന്യം നൽകും എന്ന് ഉറപ്പുണ്ട്. കാരണം സഭയെ ഇത്രമാത്രം സ്നേഹിച്ച, സഭയുടെ ഓരോ മക്കളുടെയും മനസ്സിനെ സ്നേഹിച്ച, മനസ്സിനെ വ്യക്തമായി കാണാൻ ശ്രമിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്ത ഒരു പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പ. ഫ്രാൻസിസ് പാപ്പയുടെ കാലത്തിന് ശേഷവും സഭയെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ നയിച്ചുകൊണ്ടു പോകാൻ കഴിവുള്ള, അതിന്റെ സിദ്ധി ലഭിച്ച ഒരു മാർപ്പാപ്പയെ തമ്പുരാൻ നമുക്ക് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വത്തിക്കാനിൽ കർദിനാൾമാർ എല്ലാവരും ഒരുമിച്ച് കൂടി പൊതുസമ്മേളനം നടക്കുകയാണ്. അവിടെ ഒരു രാഷ്ട്രീയ തലവനെ തിരഞ്ഞെടുക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു ജനറൽ അസംബ്ലി സാധാരണ ഒരു പൊളിറ്റിക്കൽ ലീഡറിനെ തിരഞ്ഞെടുക്കുന്ന പോലെയുള്ള സംഭവങ്ങളൊന്നുമല്ല അവിടെ നടക്കുന്നത്. അവർ ഇപ്പോൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ മനസ്സിലാക്കുകയും സഭ ആധുനിക ലോകത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥനാപൂർവ്വം ഇരുന്ന് അവർ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺക്ലേവ് തുടങ്ങുന്ന ആ നിമിഷം അവർ പ്രാർത്ഥനയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തിരുസഭയ്ക്ക് വേണ്ടി ഇന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. കർദിനാൾമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് തുറവിയുള്ളവരായിരുന്നു കൊണ്ട് സഭയെ വിശുദ്ധിയിലും വിശ്വാസത്തിലും ഇന്ന് സഭയും ലോകവും അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികളും മനസ്സിലാക്കി അതിനൊത്ത് ക്രിസ്തുവിന്റെ ഹൃദയം മനസ്സിലാക്കി സഭയെ നയിക്കുവാൻ, ഈ സമൂഹത്തെ നയിക്കുവാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തിയെ പാപ്പയായി നമുക്ക് ലഭിക്കാൻ വേണ്ടി തിരുസഭ മക്കളായി നമ്മൾ ഓരോരുത്തരും പിതാവായ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് ഇന്നു മുതലേ നമുക്ക് ഒരുങ്ങാം. എല്ലാ കർദിനാൾമാർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ ഉത്തരവാദിത്വം സഭാമക്കൾ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്.